ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അതിരടി സിനിമ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഈ അതിരടിയുടെ മെയിൻ ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ നട്ടെല്ല് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബേസിൽ ജോസഫ് ആണ്. അത് ആദ്യം പറഞ്ഞു പോകണം. ആൻഡ് പുള്ളിക്കാരനെ ചുറ്റുപറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ അമേസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്, കീടലിനായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ഇമോഷൻസ്, പുള്ളിക്കാരൻ്റെ ഒരു അവസ്ഥ, സാഹചര്യങ്ങൾ, പുള്ളിക്കാരൻ കടന്നു പോകുന്ന പല കാര്യങ്ങൾ, കോമഡി, ലവ്, എവറിത്തിങ് ഈസ് ജസ്റ്റ് അമേസിങ്. അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ടു ബി വെരി ഫ്രാങ്ക്, പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ആകെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം, അതിൽ ടൊവിനോ തോമസിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സാധനമുണ്ട്, ഇൻട്രോവൽ പഞ്ച്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് അതിൽ ഇഷ്ടപ്പെട്ടത്. അത് ഒഴിച്ചിരുത്തിൽ ബാക്കി എനിക്കൊരു ആവറേജ് ആയിട്ട് തോന്നി. ഞാൻ വിചാരിച്ചത് ഇത് നെഗറ്റീവ് പറയേണ്ടി വരുമെന്നൊക്കെ. കാരണം ഭയങ്കര പ്രതീക്ഷയോടെ പോയൊരു സിനിമയാണ്. എല്ലാം ഉണ്ട്, കോമഡി ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും എന്തോ ഒരു വലിപ്പിക്കലോ, എന്തോ ഒരു സുഖമില്ലായ്മയോ, എന്തോ ഒരു വൈബ് സെറ്റാവാത്ത പ്രശ്നമൊക്കെ ഇങ്ങനെ തോന്നി. ആൻഡ് സെക്കൻഡ് ഹാഫിൽ അങ്ങനെ പോയി. ബട്ട് നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷ, കാരണം സെക്കൻഡ് ഹാഫിന്റെ എൻഡ് ആ പഞ്ച് അങ്ങനെയായിരുന്നു. അപ്പം നന്നാവുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആൻഡ് വെയിറ്റ് ചെയ്ത പോലെ തന്നെ കിട്ടലിനായിട്ടല്ല, ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിനെ കംപ്ലീറ്റ് മാറ്റിയ ഒരു സെക്കൻഡ് ഹാഫ്. സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഒരു പടം, എനിക്ക് അങ്ങനെയാണ് പറയാനുള്ളത്. ഫസ്റ്റ് ഹാഫ് മാറ്റി നിർത്തിയാൽ സെക്കൻഡ് ഹാഫ് കിട്ടും. ഫസ്റ്റ് ഹാഫ് മോശമാണെന്നല്ല, എനിക്ക് വർക്കായില്ല എന്നുള്ള പറഞ്ഞു. വർക്കായില്ല എന്നല്ല, ഒരു ആവറേജ് ഫീല് തോന്നി. ഇതിനേക്കാളൊക്കെ മുകളിൽ പോകാമായിരുന്നില്ലേ, ഇതിനേക്കാൾ നന്നാക്കാമായിരുന്നില്ലേ, ഇതിൽ ബേസിലിന്റെ ബ്രദറായിട്ടുള്ളൊരു സാധനമുണ്ട്, അതൊക്കെ നന്നാക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ഒരു തോന്നല്. ആൻഡ് ഇതിലേക്ക് വരുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പറയണം. ഈ സിനിമയിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് തോന്നി ഇതിലൊരു ക്യാമിയോ ഉണ്ട്. ക്യാമിയോ എന്നൊക്കെ പറഞ്ഞാൽ കണ്ടിരിക്കുന്ന സിനിമകളിലെ ക്യാമിയോകളിൽ എന്നെ അത്രയും സർപ്രൈസ്ഡ് ആക്കിയ, അത്രയും ഞെട്ടിച്ചൊരു ക്യാമിയോ, അത് ഭയങ്കര മാരകമായിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മൊമെന്റിൽ, അങ്ങനത്തെ ഒരു സ്ഥലത്ത്, അമ്മാതിരി പ്രസന്റേഷനിൽ പുള്ളിക്കാരനെ കാണിക്കുകയാണ്. അത് പുള്ളി അച്ചീവ് ചെയ്താണ്. ആ ക്യാമിയോ റോൾ പുള്ളിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, പുള്ളി അത് അച്ചീവ് ചെയ്താണ്. അത് ഭയങ്കരമാണ്. ഞാൻ ആരെ പറയുന്നില്ല, ഭയങ്കര സ്പോയിലർ ആയിപ്പോൾ. നിങ്ങളത് ദയവായി ഇത്തരം സ്പോയിലറുകളുള്ള ഈ ആളെ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, മൈൻഡ് ചെയ്യാതിരിക്കുക. കണ്ട ആളുകളോട് പോയിട്ട് എന്താണ്, എങ്ങനെയാണ് ക്യാമിയോ ആരെന്ന് ചോദിക്കാതിരിക്കുക. നേരെ പടം പോയി കണ്ടത് എൻജോയ് ചെയ്യുക. അങ്ങനത്തെ ഒരു ക്യാമിയോ ആണ്. അത് ബ്രില്യൻ്റായി. അതിൻ്റെ എടുത്ത് പറയേണ്ടത് വിനീത് ശ്രീനിവാസൻ ആൻഡ് ഷാൻ റഹ്മാനൊക്കെ വളരെ എന്താ പറയുക, റിയൽ ആയിട്ടുള്ള ക്യാരക്ടറാണ് പുള്ളിക്കാരൻ്റെ പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ മാത്രമല്ല, പുള്ളിക്കാരൻ്റെ എന്താ പറയുക പാട്ട് ഷോയിലൊക്കെ പുള്ളിക്കാരൻ ജഡ്ജായിരിക്കുന്ന സമയത്ത് പുള്ളി കാണിക്കുന്ന ചില സാധനങ്ങൾ അങ്ങനെ വളരെ എന്താ പറയുക റിയൽ ആയിട്ടുള്ള ഷാനിനെയാണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് കാണിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. ആൻഡ് അവസാന ഭാഗത്തേക്കൊക്കെ, അത് സെക്കൻഡ് ഹാഫിന്റെ പകുതി കഴിഞ്ഞ് ലാസ്റ്റ് ഭാഗത്ത് ക്ലൈമാക്സിനോട് കുറച്ച് മുമ്പുള്ള കുറച്ച് ഭാഗത്തൊക്കെ വിനീത് ശ്രീനിവാസൻ ഇങ്ങനെ അടിച്ച് കയറിയിട്ടുണ്ട്, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്യുന്ന എല്ലാ സാധനവും പുള്ളിക്കാരൻ തന്നെ ട്രോളിക്കൊണ്ട് പറഞ്ഞിരിക്കുന്ന ചില സാധനങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതൊക്കെ. അതുപോലെ റിയ ഷിബു ഒരു നോർമൽ ക്യാരക്ടറാണ്, ഭയങ്കരമായിട്ടുള്ള കുറേ ചെയ്യാനുള്ള ക്യാരക്ടറൊന്നും അല്ല, ബട്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് സിനിമയിലെ ഒട്ടുമിക്ക ആളുകളും വളരെ നന്നായിട്ട് തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഏറ്റവും ഡെപ്ത് ഉള്ളൊരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്ത്, പുള്ളിയുടെ പേര് എനിക്ക് കിട്ടാഞ്ഞിട്ടാണ്, നമ്മളെ ബേസിലിൻ്റെ ബ്രദറായിട്ട് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ. പുള്ളിക്കാരനെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു കോർ ഇമോഷൻ സാധനം മുന്നോട്ട് പോകുന്നത്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ എൻഡിങ്ങും ഭയങ്കര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അവർ രണ്ടുപേരും മാത്രമുള്ള വീട്ടിലുള്ളൊരു സീനൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള, എന്നാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇമോഷണലി നമ്മളെ പിടിച്ചു വെക്കുന്ന ഒരു സാധനം. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഏറ്റവും എൻഡിലേക്ക് വന്നപ്പോൾ നമുക്ക് ചിലർന്ന് കണ്ണൊക്കെ നിറഞ്ഞു എന്നുള്ളതാണ് സത്യം. എനിക്ക് കണ്ണ് നിറയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ സിനിമേൻ്റെ വിജയമാണ്. അങ്ങനത്തെ ഒരു സീനിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, നമ്മൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ നിൽക്കും. ആൻഡ് ഇതിൽ അത് വളരെ ഹാപ്പി ആയിട്ടാണ് അവർ എൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ബട്ട് ആ സിനിമ ഭയങ്കരമായിട്ട് നമുക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മളെ തൊട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മൊത്തത്തിൽ സിനിമ എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു ആവറേജ് ഫീൽ തോന്നി. ആൻഡ് കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ഉള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ അഭിപ്രായം എല്ലാവർക്കും ഞാൻ എവിടെയും ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ചോദിച്ചിരുന്ന ഒരു 4-5 പേരിൽ പലരും എൻ്റെ അതേ അഭിപ്രായക്കാരായിരുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഭയങ്കരമായി ഡെവലപ്പായൊരു സിനിമയായിട്ടും ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ സിനിമ മുഴുവനായിട്ട് കാണുന്ന ആളുകൾ വീണ്ടും ഒരു പക്ഷേ കാണാൻ തോന്നുന്ന ചില സാധനങ്ങളൊക്കെ ഇതിലുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഈ സിനിമ നന്നായിട്ട് ഓടട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ ഓടാനുള്ള സാധ്യതകളുണ്ട്. എനിക്കിതിൽ പിന്നെയും കുറച്ചും കൂടെ ഒന്ന് എടുത്തു പറയേണ്ടത്, ടൊവിനോയുടെ ക്യാരക്ടർ കുറച്ചും കൂടെയൊക്കെ ഒന്നും കൂടി ഒന്ന്
പുള്ളിക്കാരൻ്റെ പവറൊക്കെ കാണിക്കുന്ന ഒരു നല്ലൊരു ഫൈറ്റൊക്കെ ഇതിൽ കൊണ്ടുവരണമായിരുന്നു. ആ ഫൈറ്റിലേക്ക് വന്നപ്പോൾ എടുത്തു പറയേണ്ട ഒരു സാധനം കൂടെ ഉണ്ട്. ഫസ്റ്റ് ഹാഫിലൊരു ഫൈറ്റ് ഉണ്ട്, ഇതിൻ്റെ ഈ മെയിൻ കോൺഫ്ലിക്റ്റിന് കാരണമാകുന്ന ഒരു സംഭവം. അത് പക്ഷെ ഭയങ്കര വലിപ്പിക്കലായിട്ട് ഫീൽ ചെയ്തു, വെരി സീരിയസ്, ഭയങ്കരമായിട്ട് വലിപ്പിക്കലായിട്ട് ഫീൽ ചെയ്തു. കുറേ ഇതൊക്കെ എന്തൊക്കെയാണ് ഈ കാണിക്കണത് എന്നൊക്കെ തോന്നുന്നൊരു സാധനം വന്നുപോയി. ബട്ട് അതിനുശേഷം പിന്നെ അവർ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിലേക്ക് ഇത് ഭയങ്കരമായിട്ട് അവർ മേക്കപ്പ് ചെയ്തെടുത്തു. അപ്പോൾ എന്തായാലും ഒരു 8 or 8.5 ഔട്ട് ഓഫ് 10 ഒക്കെ കൊടുക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. എടുത്തു പറയേണ്ട വേറെ സാധനം കൂടി ഉണ്ട്. എന്തൊക്കെ എടുത്തു പറയണം, എല്ലാം എടുത്തു പറയാനുള്ള നിങ്ങൾക്ക് തോന്നും. അമ്മപ്പുതപ്പേറെ പാട്ടുണ്ട്, അമ്മപ്പുതപ്പ് മനസ്സൊന്നും പോകുന്നില്ല, അത് ഭയങ്കരമായി കേട്ടോ. ആൻഡ് ആ പാട്ടിന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാറ്റവും ഉണ്ട് ഇതിൻ്റെ ക്ലൈമാക്സ് ഭാഗത്ത്. ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. നല്ല സുഖം ഉണ്ടായിരുന്നു ആ പാട്ട് കേൾക്കാൻ, ഭയങ്കര രസമുണ്ടായിരുന്നു ആ പാട്ട് കേൾക്കാൻ. അത് അങ്ങനത്തെ ഒരു ക്രൗഡ്, അങ്ങനത്തെ ഒരു സംഭവം, എൻ്റെ മ്യൂസിക്കും ഇല്ല, എന്തൊരു മാറ്റം വരുത്തി എന്നുള്ളത്. ഇന്നാളിങ്ങനെ വേറെ പാട്ടിൽ പാടിയിട്ട് അത് ഇങ്ങോട്ട് വന്ന് ക്ലൈമാക്സിലേക്കുമ്പോൾ വേറെ ടോണിൽ അത് കേൾക്കുമ്പോൾ അത് ഉണ്ടാക്കുന്നൊരു ഫീല് ഭയങ്കരമാണ്. അപ്പം അമ്മപ്പുതപ്പും ഇതിലെൻ്റെ ഫേവറേറ്റ് ആണ്. സോ വീണ്ടും ഒരാളെ മാത്രം പറഞ്ഞു വെക്കുകയാണ്, ക്യാമിയോ. ദാറ്റ് വാസ് ബ്രില്യൻറ്റ്. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തും. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വീഡിയോ. അടുത്തോട്ട് കാണാം.